അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ, ഈ സിനിമയുടെ ഗൈഡ് ലൈൻസിൽ പറഞ്ഞിരിക്കുന്ന സിനിമോട്ടോഗ്രാഫിക് ആക്ടിൻ്റെ ഗൈഡ് ലൈൻ 212 പറഞ്ഞിരിക്കുന്ന വിഷ്വൽസ് ഓർ വേർഡ്സ് കണ്ടംപ്ഷ്യസ് ഓഫ് റേഷ്യൽ റിലീജിയസ് ഓർ അതർ ഗ്രൂപ്പ്സ് ആർ നോട്ട് പ്രസൻറ്റഡ് എന്നുള്ളതാണ് ഇതിനകത്തെ തർക്ക വിഷയമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു കഥാപാത്രത്തിൻ്റെ പേരിടുന്നതിലൊക്കെ മതപരമായിട്ടുള്ള വൈകാരികത ഉണ്ടാവുക എന്ന് പറയുന്നത് ഏതു സമൂഹത്തിൻ്റെ ലക്ഷണമാണ് അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ? അത് മുന്നോട്ട് പോകുമ്പോൾ നേരത്തെ സിബി മലയിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഇനി അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാൻ കഴിയില്ല. നിർമാല്യം പോലൊരു സിനിമ എം ഡിക്ക് എഴുതാൻ കഴിയുമോ? എം ഡിക്ക് സംവിധാനം ചെയ്യാൻ കഴിയുമോ? ആന്റണിക്ക് അഭിനയിക്കാൻ കഴിയുമോ? അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ. ശ്രീ അരുൺ, ഇതൊരു ബഹുസ്വര സമൂഹത്തിന്റെ ലക്ഷണമാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാവരും ശ്രീ പ്രവീൺ നാരായണനോടൊപ്പമാണ്. അദ്ദേഹത്തിന്റെ സിനിമ പെട്ടെന്ന് ഇറങ്ങണം, പ്രത്യേകിച്ച് വേറെ കട്ടും മറ്റും പാടില്ല. ശ്രീ പത്മകുമാർ എന്ന് മറ്റൊരു സംവിധായകൻ ഈ ജാനകി എന്നുള്ളത് ജയന്തി എന്നാക്കി മാറ്റേണ്ടി വന്ന അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥയും പറയുകയുണ്ടായി. സിബി മലയാൾ സാറിനോടൊക്കെ ഇരിക്കുന്നത് തന്നെ എനിക്ക് വലിയ കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോടൊന്നും യോജിപ്പില്ല. പക്ഷേ എനിക്ക് ഇതിൽ ഏറ്റവും പ്രശംസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ശ്രീ എ റഹീം അദ്ദേഹത്തെയാണ്. അദ്ദേഹം ക്രിസ്ത്യൻ സമൂഹത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ വളരെ കറക്റ്റായിട്ട് ആ സെന്റിമെന്റ്സും സെൻസിറ്റിവിറ്റിയും തുടങ്ങിയ കാര്യങ്ങൾ പറയുകയുണ്ടായി. അതിനെക്കുറിച്ച് വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാവും തർക്കിക്കുന്നും പറയുണ്ടായി. ഇതേ സെൻസിറ്റിവിറ്റി എല്ലാ സമൂഹങ്ങൾക്കും ഉണ്ടെന്ന് മാത്രമാണ് ഞങ്ങൾ പറയാറുള്ളത്. അതായത് 2007 ബഹുമാനപ്പെട്ട അമ്മേ ബേബി സാർ സംസ്കാര വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോ നമ്മുടെ ശ്രീ MF ഹുസൈന് അവാർഡ് കൊടുത്തപ്പോൾ ഇതേ സീതയുടെ പേരിൽ തന്നെയാണ് ഞങ്ങളടക്കം ഹൈക്കോടതി പോവുകയും ഞങ്ങൾ കേസ് ജയിക്കുകയും ചെയ്തു. ഹിന്ദു സമൂഹത്തിനും സമാനമായ സെൻസിറ്റിവിറ്റികളുണ്ട്. അതുകൊണ്ട് രാഹുൽ ഈശ്വർ, ഈ 33,000 ദേവതകളുള്ള ഈ നാട്ടിൽ എന്റെയും രാഹുൽ ഈശ്വർ, ഇപ്പൊ രാഹുൽ ഈശ്വറിന്റെ പേരിൽ തന്നെ ഒരു ഈശ്വരനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും അതൊക്കെ ഓരോരുത്തർക്ക് വികാരമാകാനും വ്രണപ്പെടാനും തുടങ്ങിയാൽ ഇത് എവിടെ പോയി നിൽക്കും? നമുക്ക് പേരിന് പകരം നമ്പറിലേക്ക് പോകേണ്ടി വരുമോ? അല്ല, ഞാൻ കൃത്യമായ ഒരു പൊസിഷൻ പറയാം. ശ്രീ അരുൺ പറയുന്ന ഒരു ലിബറൽ പൊസിഷനാണ്, അതിനെ ബഹുമാനിക്കുന്നു, വിയോജിക്കുന്നെങ്കിലും കൺസർവേറ്റീവ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ സെൻസിറ്റിവിറ്റി വേണം ക്രിയേറ്റിവിറ്റിയോടൊപ്പം, ലിബർട്ടിയോടൊപ്പം റെസ്പോൺസിബിലിറ്റി വേണം. ഉദാഹരണം രാഹുൽ ഈശ്വർ, അതാണ് എന്റെ ചോദ്യം. പൊതുസമൂഹവും കോടതിയും ഒരു കഥ എഴുതുന്ന സമയത്ത് എന്റെ കഥാപാത്രത്തിന്റെ പേര് 33,000 അല്ലെങ്കിൽ 33 കോടി ദൈവങ്ങളിൽ ഇല്ലാത്ത ഒരു കഥാപാത്രത്തിന്റെ പേര് തിരഞ്ഞെടുക്കേണ്ടി വരുന്ന കഥാകാരന്റെ അവസ്ഥ, ആ നാട് ജനാധിപത്യമുള്ള രാജ്യമാണ്. അല്ല, ഞാൻ ആര് തീരുമാനിക്കുന്നു കൃത്യമായി പറയാം. നമ്മുടെ കേരളത്തെ അപമാനിക്കുന്ന കേരള സ്റ്റോറി എന്നൊരു സിനിമ വന്നു. 3 പെൺകുട്ടികൾക്ക് സംഭവിച്ച ഒരു ദുരനുഭവം 32,000 എന്ന് കള്ളം പറഞ്ഞ ഒരു കാര്യം വന്നു. ശ്രീ റഹീം അടക്കം എത്രയോ ആവേശത്തോടെയാണ് ഞങ്ങൾ ചാനലിലിരുന്ന് സംസാരിച്ചത്. നമ്മുടെ കേരളത്തെ അപമാനിക്കുന്നതല്ലേ? നമ്മൾ എന്തേ പറഞ്ഞില്ല അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന്? അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുന്ന അവിടെയാണ് ഇതെല്ലാം സെൻസിറ്റിവിറ്റിയാണ്. സത്യവിരുദ്ധതയാണ് രാഹുൽ ഈശ്വർ. മറ്റൊരു സാങ്കല്പിക കഥാപാത്രമാണ്. ആ കഥാപാത്രം പ്രവീൺ നമ്മുടെ മുന്നിൽ പറയുന്നു, അതൊരു പുരാണ കഥാപാത്രമല്ല, അതൊരു ദൈവിക കഥാപാത്രമല്ല. ആ പേര് ഒരു സാധാരണ കമ്പ്യൂട്ടർ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു യുവതിയുടെ പ്രൊഫഷണലിന്റെ പേര് മാത്രമാണ്. പൂർണ്ണമായി അവിടെയാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയെ പൂർണ്ണമായും എന്താ പറയുക അംഗീകരിക്കുന്നു. അവർക്ക് എത്രയും പെട്ടെന്ന് ഹൈക്കോടതിയിൽ നിന്ന് റിലീഫ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലെ മാറ്റർ ഓഫ് പ്രിൻസിപ്പിളിലെ തർക്കം പലപ്പോഴും ഭൂരിപക്ഷ സമുദായത്തിന്റെ സെൻസിറ്റിവിറ്റി ഇടതുപക്ഷക്കാർ നോക്കാറില്ല. ഭൂരിപക്ഷ സമുദായത്തിന് ഉണ്ടാകുന്ന വികാരങ്ങൾ അവർ പലപ്പോഴും അക്കോമഡേറ്റ് ചെയ്യാറില്ല. സമൂഹത്തെ രാഹുൽ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുക? ഒരു പേരിട്ടും ഒരു കഥ എഴുതിയാൽ സമൂഹം മാറുന്നത് ശരിയാണോ രാഹുൽ? ഞാൻ മറച്ചു വെക്കാതെ പറയാം. നമ്മുടെ ക്രിസ്ത്യൻ സഭകളടക്കം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ പേര് ജോസഫ് മാഷ് മറ്റൊരു രീതിയിൽ തെറ്റായ കോണ്ടെക്സ്റ്റിൽ ഉപയോഗിച്ചു. ക്രിസ്ത്യൻ പള്ളികളടക്കം പറഞ്ഞത് അത് ചെയ്ത ശരിയല്ല, അദ്ദേഹത്തിന് അതിന്റെ തീവ്രവാദി ആക്രമണം ഏൽക്കേണ്ടി വന്നു, അത് 100% തെറ്റാണ്. അപ്പം ചില പേരുകൾക്ക് നമ്മളൊരു ബഹുമാനം കൊടുക്കാറുണ്ട്. അത് മുഹമ്മദ് ആണെങ്കിലും ദൈവം എന്നത് ഉപയോഗിച്ചു എന്നുള്ളതാണ് പ്രശ്നം. അത് തരത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുന്ന തരത്തിൽ ഉപയോഗിച്ചു. മുഹമ്മദിന്റെ പേരിൽ എത്ര കഥാപാത്രങ്ങളുണ്ട്? അവിടെയാണ് ശ്രീ അരുൺ, മുഹമ്മദിന്റെ പേരിൽ എത്ര കഥാപാത്രങ്ങളുണ്ട്? പ്രിൻസിപ്പിൾ വളരെ വളരെ നോർമൽ അല്ലേ? നമ്മൾ ചില പേരുകൾക്ക് ചില പവിത്രത കൽപ്പിക്കുന്നുണ്ട്, അതിനെ നമ്മൾ ബഹുമാനിക്കണം. അല്ല, എന്റെ സംശയമല്ല. ഈ ജാനകിക്ക് ഒരു പവിത്രതയുണ്ടെന്ന് താങ്കൾ പറയുന്നുണ്ടല്ലോ, സീതയ്ക്ക് ഒരു പവിത്രതയുണ്ട് എന്ന് താങ്കൾ പറയുന്നുണ്ടല്ലോ, ഗോവിന്ദന് ഒരു പവിത്രതയുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ആ പേര് ധരിക്കുന്നവരെല്ലാരും പവിത്രതയുള്ളവരാവണമെന്ന് നിർബന്ധമുണ്ട്? ഒരിക്കലും നിർബന്ധിക്കാൻ കഴിയില്ല. പവിത്രതയാണുള്ളത്. ഒരു പവിത്രതയില്ല. ഗോവിന്ദസ്വാമിക്ക് വേറൊരു പേരുണ്ട്, ആ പേര് ഞാൻ പറയുന്നില്ല. ഗോവിന്ദസ്വാമിയുടെ മറ്റൊരു ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഉണ്ട്. ആരെയും വേദനിപ്പിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ പോട്ടെ പറയുന്നില്ല. പക്ഷേ ആരെയും വേദനിപ്പിക്കാതെ പോകാൻ ഒരു സെൻസിറ്റീവ് സമൂഹം, ഇവിടെ ലെഫ്റ്റ് ലിബറൽസിന്റെ പ്രശ്നം ഈ സെൻസിറ്റിവിറ്റി എന്ന പോയിന്റ് അംഗീകരിക്കുന്നില്ല. ഈ നമ്മൾ സെൻസിറ്റീവ് ആണോ എന്ന് പറഞ്ഞാൽ അതെന്തോ മോശമാണ്. സെൻസിറ്റീവ്
എന്ന് പറഞ്ഞാൽ എന്തോ പോരായ്മയാണ് എന്ന് കരുതരുത്. പരസ്പര ബഹുമാനവും ഈ സെൻസിറ്റിവിറ്റിയാണ് നേരത്തെ റഹീം സൂചിപ്പിച്ചത്, സഹിഷ്ണുതയില്ലായ്മ. അതാണ് തന്നെ ഈ പരിപാടിയിൽ പറഞ്ഞ എന്താ നമ്മൾ കേട്ടില്ലേ? ക്രിസ്ത്യൻ സമൂഹത്തിന്റെ കാര്യം വരുമ്പോൾ ഇപ്പൊ ഈശോ പറഞ്ഞ ശ്രീ നാദിർഷ അടക്കം സുഹൃത്തുക്കളാണ്, അത് പള്ളിയിൽ ഒന്ന് കാണിക്കുന്നത് നന്നായിരിക്കും. അതായത് പള്ളിയിൽ അച്ഛന്മാരെയും കൂടെ വിശ്വാസത്തിൽ എടുക്കണം. ഇതേപോലെ സമാനമായി വന്നാൽ അവരെയും കൂടെ വിശ്വാസത്തിൽ എടുക്കണം. ആദിവാസി ഗോത്ര സമൂഹ വിഭാഗത്തിന്റെ കഥ പറയുമ്പോൾ നമുക്ക് ആദിവാസി സമൂഹത്തെ കാണിക്കണം, ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് സിനിമ എഴുതുമ്പോൾ ക്രിസ്ത്യൻ സമുദായ വിഭാഗത്തെ കാണിക്കണം. ഇത് എങ്ങോട്ടാണ് പോകുന്നത് രാഹുൽ? പോവുകയാണ് സംസാരിക്കുമ്പോൾ നമ്മുടെ യാഥാർത്ഥ്യം എന്താ? നമ്മളൊരു ബഹുസ്വര സമൂഹമാണ്. ഇതാണോ ബഹുസ്വരത എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എഴുതുന്നത് എന്നെ കാണിച്ച് തൃട്ടൂരമാകണമെന്നുള്ളതാണോ ബഹുസ്വരത? പരസ്പരം ആൾക്കാരെ വേദനിപ്പിക്കാതെ നമുക്ക് കൊണ്ടുപോകാം. ശ്രീരാമനെ ആണെങ്കിലും പ്രവാചകൻ മുഹമ്മദിനെ ആണെങ്കിലും യേശുക്രിസ്തുവിനെ ആണെങ്കിലും നാമങ്ങളെ ആണെങ്കിലും ചില പേരുകൾക്ക് നമുക്കൊരു പവിത്രതയുണ്ടെന്നും ആ പവിത്രത നമ്മൾ കാത്തു സൂക്ഷിക്കണമെന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കെയർ അല്ല പറയുന്നത്. എനിക്ക് ശ്രീ പ്രവീണിന്റെ വാക്കുകളിൽ വളരെ കൺവിൻസ്ഡ് ആണ്. പക്ഷേ അല്ലെങ്കിൽ ശ്രീ സുരേഷ് ഗോപി ഇങ്ങനെ ഒരു കാര്യം ചിന്തിക്കുക പോലുമില്ല. പക്ഷേ ഈ സെൻസിറ്റിവിറ്റി വേണമെന്നുള്ള തത്വം പലപ്പോഴും ഇടതുപക്ഷം മറക്കും. ഹിന്ദുക്കളുടെ കാര്യത്തിൽ വരുമ്പോൾ പ്രത്യേകിച്ച് മറക്കും. ന്യൂനപക്ഷ വിഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അവർ പറയും കുറച്ച് വേണമെങ്കിൽ സെൻസിറ്റീവ് അതിനെക്കുറിച്ച് സംസാരിക്കാം. എല്ലാ സമുദായങ്ങൾക്കും അങ്ങനെ ഒരു സെൻസിറ്റിവിറ്റി ഉണ്ട്. അതുകൊണ്ട് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കെയറിനൊക്കെ ആശംസകൾ നേരുന്നു. പക്ഷേ സെൻസിറ്റിവിറ്റി വേണ്ട, സെൻസിറ്റിവിറ്റി ചീത്തയാണെന്ന് ശ്രീ അരുൺ പ്രചരിപ്പിക്കരുത്. കാര്യം സെൻസിറ്റീവ് രാമൻ എന്ന പേരിൽ ഒരു സിനിമ ഇറങ്ങുന്നതിനോട് താങ്കളുടെ അഭിപ്രായം എന്താണ്? രാമൻ ഒരു പ്രശ്നമല്ല, നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ രാമായണം നല്ലത് ചീത്ത എന്ന് ഉദ്ദേശിച്ചത് എന്താ? മനസ്സിലായി, രാമൻ എന്ന പേര് പണ്ട് നമ്മുടെ നാട്ടിലുണ്ടല്ലോ. രാമൻ എന്ന പേരുള്ള ഒരു കഥാപാത്രം പണ്ട് ജീവിച്ചിരുന്നു എന്ന് കരുതുക. അയാൾ ഒരു തിന്മയുള്ള ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്ന് കരുതുക. അതൊരു സിനിമയിൽ ഒരു കഥാകാരൻ അവതരിപ്പിക്കുമ്പോൾ അതെങ്ങനെ എഴുതണം? അതെ, കഴിയുമെങ്കിൽ രാമൻ എന്ന പേര് റെഫർ ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത്. നമ്മളൊരു അല്ലെന്ന് ശ്രീ അരുൺ അഭിപ്രായമുണ്ടോ? നമ്മൾ സെൻസിറ്റീവ് ആയ ഒരു കാലഘട്ടത്തിലൂടെ അല്ലേ ജീവിക്കുന്നത്? ഇപ്പൊ നോർത്ത് ഇന്ത്യയെ പോയതിന്റെ ഏറ്റവും മോശം കാര്യം കാണാം. ഇസ്ലാമോഫോബിയയ്ക്ക് വേണ്ടിയാണ് സിനിമകൾ എടുക്കുന്നത്. ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കാൻ മോശമാക്കുകയും ചെയ്യുന്നുണ്ട്. വിശ്വനാഥൻ, നീലകണ്ഠൻ, ഇതൊക്കെ വില്ലന്മാരുടെ പേരായിട്ടിട്ടാൽ കുഴപ്പമുണ്ടോ? ഇല്ല, അങ്ങനെ അതിന്റെ നായകന്റെ പേരും അങ്ങനെയല്ലേ? ഞാൻ എന്നാൽ ശ്രീ വിശ്വനാഥൻ എന്ന പേരിൽ രഞ്ജി പണിക്കറിന്റെ പത്രം എന്ന സിനിമയിൽ ഒരു വില്ലനുണ്ട്, വിശ്വനാഥൻ. ശരിയാണോ എന്ന് താങ്കൾ ചോദിച്ചാൽ എന്ത് പറയാ രാഹുൽ? ഞാൻ കൃത്യമായ ഉദാഹരണം പറയാം. ഞാൻ തൂവാനത്തുമ്പികളുടെ ഒരു ഭക്തനാണ്. തൂവാനത്തുമ്പികളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ. തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ശബരിമല അയ്യപ്പ ഭക്തി ഗാനങ്ങളെക്കാൾ തൂവാനത്തുമ്പിൽ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തങ്ങൾ എന്നൊരു ക്യാരക്ടറാണ് ശ്രീ ബാബു നമ്പൂതിരി അവതരിപ്പിക്കുന്നത്. പറ്റുമെങ്കിൽ അത് ഒഴിവാക്കണമായിരുന്നു എന്ന് അറിയാനുള്ള ഒരു മെച്യൂരിറ്റി എനിക്ക് വേണം. കാര്യം തങ്ങൾ എന്ന പേരിന് മുസ്ലിം സമൂഹത്തിന് ഒരു വലിയ ബഹുമാനമുണ്ട്. അപ്പൊ തങ്ങൾ എന്ന് പറയുന്നത് ഒരു സ്ത്രീകളുമായി മോശമായി പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ബാബു നമ്പൂതിരിയുടെ ക്യാരക്ടറിന് കൊടുക്കുന്നത് ശരിയല്ല. എന്താണ് രാഹുൽ ഈ പറഞ്ഞു പോകുന്നത്? പത്മരാജന്റെ ഒരു ക്ലാസിക്കായ സിനിമയിൽ ഒരു കഥാപാത്രത്തേക്ക് നമ്മൾ സ്റ്റുഡിയോ റൂമിൽ ഇരുന്ന് ഒരു മതപരമായ ഐഡന്റിറ്റി കൊടുത്തൊക്കെ അതിനെ സമീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ചെയ്തായി പോയി. എനിക്ക് ഒരു നിമിഷം രാഹുൽ, എനിക്കൊരു Debate with Dr. Arun Kumar.